നമസ്തേ. ഇന്ന് ശ്രീരാമോദന്തം കാവ്യത്തിലെ 3-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. തേതു തീവ്രേണ തപസാ പ്രത്യക്ഷീകൃത്യ വേധസം വവ്രിരേച്ച വരാനിഷ്ടാനസ്മാദാശ്രിത വത്സലാദ്. ഇതിന്റെ അന്വയം: തേ തു തീവ്രേണ തപസാ വേധസം പ്രത്യക്ഷീകൃത്യ ഇഷ്ടാൻ വരാൻ അസ്മാദാശ്രിത വത്സലാദ് വവ്രിരേ. മലയാളാർത്ഥം: തേതു അവരാകട്ടെ തീവ്രമായ തപസ്സുകൊണ്ട് ബ്രഹ്മാവിനെ വരുത്തിയിട്ട് ഇഷ്ടമുള്ള വരങ്ങളെ ഈ ആശ്രിതവത്സലനിൽ നിന്നും നേടി വരിച്ചു. ഓക്കെ, ഇനി ഈ ശ്ലോകത്തിലുള്ള സന്ധിപദങ്ങള് വരാനിഷ്ടാൻ, വരാൻ അധികം ഇഷ്ടാൻ, പിന്നെ ഇഷ്ടാൻ അധികം അസ്മാദ്, ഇഷ്ടാനസ്മാദ്, ഇവ രണ്ടും കേവല സന്ധിയിൽ പെടുന്നതാണ്. പിന്നെ അസ്മാദ് പ്ലസ് ആശ്രിത വത്സലാദ്, അതാണ് അസ്മാദാശ്രിത വത്സലാദ് എന്നാവുന്നത്. ഇവിടെ അസ്മാദ് പ്ലസ് ആശ്രിത എന്നിവിടെ ജഷ്ത്വസന്ധിയാണ് വന്നിരിക്കുന്നത്. അതാണ് ഇവിടെ ദകാരം വന്നത്, താ പോയി ദ വന്നത്. ഓക്കെ, ഇനി ഇവയുടെ അന്വയ രചന നമുക്കൊന്ന് നോക്കാം. ഈ ശ്ലോകത്തിലെ ക്രിയാപദമാണ് വവ്രിരേ, ബഹുവചന ക്രിയാപദമാണ്. അതുകൊണ്ട് തന്നെ ചോദ്യം ബഹുവചനത്തിൽ തന്നെ ചോദിക്കണം. കേ വവ്രിരേ, ആരാണ് വരിച്ചത്? ഉത്തരം എന്താണ്? തേ എന്ന് പറഞ്ഞാൽ രാവണാദികൾ. ഓക്കെ, തേ കാൻ വവ്രിരേ, അവർ എന്താണ് വരിച്ചത്? ഉത്തരം എന്താണ്? ഇഷ്ടാൻ വരാൻ വവ്രിരേ, ഇഷ്ടമുള്ള വരങ്ങളെയാണ് വരിച്ചത്. ഇവിടെ നോക്കൂ, ചോദ്യം കാൻ എന്നാണ് വന്നിരിക്കുന്നത്. ഉത്തരം നോക്കൂ, ഇഷ്ടാൻ വരാൻ. ദ്വിതീയ വിഭക്തി ബഹുവചനമാണ്. അതുകൊണ്ട് തന്നെ ദ്വിതീയ വിഭക്തി ബഹുവചനത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. ഉത്തരം കണ്ടിട്ട് ചോദ്യത്തെ ചോദിക്കണം. ഓക്കെ, ശ്ലോകത്തിൽ പൊതുവെ അങ്ങനെയാണ്. ഇനി കസ്മാത് വവ്രിരേ, ആരിൽ നിന്നാണ് വരിച്ചത്? ഉത്തരം എന്താണ്? ആശ്രിത വത്സലാദ്, ആശ്രിത വത്സലനിൽ നിന്നുമാണ് വരിച്ചത്. അപ്പൊ ഇവിടെ ആശ്രിത വത്സലാദ് എന്നത് പഞ്ചമി വിഭക്തിയാണ്. അതുകൊണ്ട് ചോദ്യവും പഞ്ചമിയിൽ. പിന്നെ കീദൃഷാദ്, കീദൃഷാദ് ആശ്രിത വത്സലാദ്, എങ്ങനെയുള്ള ആശ്രിത വത്സലനിൽ നിന്നുമാണ്? അസ്മാത്, ഇങ്ങനെയുള്ള ആശ്രിത വത്സലനിൽ നിന്ന്. അപ്പൊ അസ്മാത് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള എന്ന് സാഹചര്യം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഈ എന്ന അർത്ഥമുണ്ട്, ഇവൻ എന്ന അർത്ഥമുണ്ട്, എന്നിങ്ങനെയെല്ലാം നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി കിം കൃത്വ വവ്രിരേ, എന്ത് ചെയ്തിട്ടാണ് വരിച്ചത്? എന്ത് ചെയ്തിട്ടാണ്? പ്രത്യക്ഷീകൃത്യ, പ്രത്യക്ഷീകരിച്ചിട്ടാണ് വരം നേടിയത്, പ്രത്യക്ഷമാക്കിയിട്ട്. പിന്നെ കം പ്രത്യക്ഷീകൃത്യ, ആരെയാണ് പ്രത്യക്ഷീകരിച്ചിട്ട് വരിച്ചത്? വേധസം, ബ്രഹ്മാവിനെ. കഥം വവ്രിരേ, എങ്ങനെയാണ് വരിച്ചത്? തപസാ, തപസ്സുകൊണ്ട്. കീദൃശേന തപസാ, തീവ്രേണ, തീവ്രമായ തപസ്സുകൊണ്ടാണ് വരിച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള അന്വയ രചന നോക്കൂ. ഇവിടെ വവ്രിരേ, തേ ഇഷ്ടാൻ വരാൻ വവ്രിരേ, ഇവിടെ എല്ലാം എന്താ പറയുക, ഈ ശ്ലോകത്തിലുള്ള അതേ പദങ്ങളാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്
അത് ഏത് വിഭക്തിയിലാണോ അല്ലെങ്കിൽ ഏത് അവ്യയമാണോ അതെല്ലാം അനുസരിച്ചിട്ടാണ് കിം ശബ്ദത്തിന്റെ രൂപങ്ങൾ ഇവിടെ ഉപയോഗിച്ച് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് അന്വയ രചന തയ്യാറാക്കാം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് അന്വയവും എഴുതാൻ സാധിക്കും. അപ്പൊ അന്വയം എഴുതുന്ന സമയത്ത് ആദ്യം കർത്താവ് വരണം, പിന്നെ അവസാനം ക്രിയ വരണം, മധ്യത്തിലായിട്ട് കർമ്മപദം. അപ്പൊ ഇതാണ് നിയമം. പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അന്വയം ഒന്ന് നോക്കാം. ഇതിലൂടെ ഈ അന്വയ രചനയുടെ, നേരത്തെ ഞാൻ അന്വയം പറഞ്ഞതാണ്, ഈ അന്വയ രചനയിലൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യം ക്രിയ എന്താണ്? വവ്രിരെ. അപ്പൊ നമുക്ക് അന്വയത്തിൽ ആദ്യം ക്രിയ എടുക്കുന്നില്ല. അപ്പൊ എന്താണ്? കർത്തൃപദം ഏതാണ്? തേ. ഓക്കെ, തു എന്നത് ഒരു എന്താ പറയുക, സാഹചര്യം കൊണ്ട് അവ്യയമായിട്ട് എടുത്താൽ മതി. അവരാകട്ടെ എന്നൊരു അർത്ഥം വരാനാണ് തേത്തു എന്ന് എഴുതിയത്. അപ്പൊ തേത്തു കർത്താവായി അല്ലേ. ഇനി ബാക്കിയെല്ലാം ഇവിടുന്ന് എടുക്കാം. തീവ്രേണ തപസ വേദസം പ്രത്യക്ഷീകൃത്യ അസ്മാത് ആശ്രിത വത്സലാത് ഇഷ്ടാൻ വരാൻ വവ്രിരെ. കറക്റ്റായി. ഇവിടെ ഇങ്ങനെ എഴുതിയിട്ട് പോയാൽ മതി. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് എളുപ്പ വഴി എന്നൊന്നല്ല. നമ്മളിങ്ങനെ ചെയ്ത് 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 വരുന്ന സമയത്ത് നമുക്ക് തന്നെ അത് ലഭിച്ചോളും. ഓക്കെ, ഇനി നമുക്ക് ഇതിലുള്ള പദങ്ങളുടെ അന്തലിംഗവചന വിഭക്തികൾ ഏതെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തേ എന്ന ശബ്ദത്തിന്റെ അന്തലിംഗവചന വിഭക്തി ദകാരാന്ത പുല്ലിംഗ പ്രഥമ ബഹുവചന തദ് ശബ്ദമാണ്. ഓക്കെ, പിന്നെ തു അവ്യയമാണ്. തീവ്രേണ എന്നത് അകാരാന്ത നപുംസകലിംഗ തൃതീയ വിഭക്തി ഏകവചനം. തപസ എന്നത് സകാരാന്ത നപുംസകലിംഗ തൃതീയ വിഭക്തി ഏകവചനം. ഓക്കെ, ഈ തപസ എന്നതിന്റെ വിശേഷണമാണ് തീവ്രേണ എന്നത്. പിന്നെ പ്രത്യക്ഷീകൃത്യ ലബന്ധമാണ്, അവ്യയവുമായി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ. പിന്നെ വേദസം സകാരാന്ത പുല്ലിംഗ ദ്വിതീയ വിഭക്തി ഏകവചന വേദസ് ശബ്ദ. പിന്നെ വവ്രിരെ ക്രിയാപദം വൃ ധാതു ആത്മനേപദ പ്രഥമ പുരുഷ ബഹുവചനമാണ്. ച അവ്യയം. പിന്നെ വരാനിഷ്ടാൻ എന്നത് അകാരാന്ത പുല്ലിംഗ ദ്വിതീയ വിഭക്തി ബഹുവചനം. പിന്നെ അസ്മാത് എന്നത് മകാരാന്ത ഇദം ശബ്ദ പഞ്ചമി വിഭക്തി ഏകവചനമാണ് അസ്മാത് എന്നത്. ഇനി ലാസ്റ്റ് ഉള്ളത് ആശ്രിത വത്സലാദ് എന്നാണ്. അകാരാന്ത പുല്ലിംഗ പഞ്ചമി വിഭക്തി ഏകവചനമാണ് ആശ്രിത വത്സല ശബ്ദ. ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് ഇതിന്റെ വ്യാകരണാംശം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഓക്കെ, ധന്യവാദ.